ഹേ ഗായ്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് ഐ കിൽഡ് ആൻ അക്കാഡമിക് പ്ലെയർ ചാപ്റ്റർ 7 മലയാള എക്സ്പ്ലനേഷൻ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് ലാർക്കിനെ അടിച്ചിട്ട് കോറിൻ അവൻ്റെ അടുത്തിരിക്കുന്നു. ഞാനിവിടെ വന്നതിൻ്റെ ഒരു കാരണം ലാർക്കിനെ സഹായിക്കുക എന്നതായിരുന്നു. പക്ഷേ ഒരു സ്പെഷ്യൽ ക്വസ്റ്റ് കംപ്ലീറ്റ് ആക്കാനും. ഇവിടെ താമസിക്കുന്ന ഡിമോണിക് സ്പിരിറ്റിനെ ഞാൻ ഡിഫീറ്റ് ചെയ്താൽ എനിക്ക് വേണ്ട ആ ഹിഡൻ ആയിരിക്കുന്ന ആ പീസ് എനിക്ക് ലഭിക്കും. നിർഭാഗ്യവശാൽ എൻ്റെ പ്ലാനിൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. സബാൻസിയ ഡ്യൂക്ക് സ്പെഷ്യൽ ടിയർ ഡിമോണിക് സ്പിരിറ്റ്. ഈ ക്വസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അൺബീറ്റബിളായാണ്. ഒരു റെഗുലർ ഡിമോണിക് സ്പിരിറ്റിന് മതിയായ ശക്തി ഉണ്ടായിരിക്കും, പക്ഷേ ഒരു സ്പെഷ്യൽ ടിയർ അത് മറന്നേക്കും. പെട്ടെന്ന് ഒരുപാട് അറ്റാക്ക് അവൻ്റെ ബാക്കിൽ വന്നു. അത് ആ സ്പിരിറ്റായിരുന്നു, സബാൻസിയ ഡ്യൂക്ക്. 800 വർഷങ്ങൾക്ക് മുമ്പ് തെക്ക് പ്രദേശങ്ങൾ ഭരിച്ച കമാൻഡറായ സബാൻസിയ ഡ്യൂക്കിൻ്റെ അറ്റാക്ക്. ക്വസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ മിക്ക പ്ലേയേഴ്സിനെ കൊല്ലാൻ ഇത് മതിയാകും. എന്നാൽ തീർച്ചയായും അതെനിക്ക് ബാധകമല്ല. റിസ്ട്രെയിൻത്ത്. ഞാൻ ആത്മാക്കളെ കാണുന്നില്ല. ആ സ്പിരിറ്റാണെങ്കിൽ അവൻ്റെ നേരെ അറ്റാക്ക് ചെയ്തു. അവൻ്റെ തൊട്ടടുത്ത് അറ്റാക്ക് എത്താനായി. ഡ്യൂക്കിൻ്റെ അറ്റാക്സ് എനിക്ക് നേരെ വർക്കാവില്ല. എന്തവിടെ നടക്കുന്നത്? എന്നാലും അദ്ദേഹത്തെ കാണാൻ കഴിയാത്തത് ഒരു ചെറിയ പ്രശ്നമാണ്. പെട്ടെന്ന് കോറിൻ പറയും, സബാൻസിയ ഡ്യൂക്ക്, സോറി, എനിക്ക് സ്പിരിച്വൽ ബീങ്സിനെ കാണാൻ കഴിയില്ല. അത് കേട്ട സ്പിരിറ്റ് ഞെട്ടിപ്പോയി. അവൻ ലാർക്കിൻ്റെ ശരീരം എടുത്തിട്ട് പറയും, പകരം ഈ ആളുടെ ശരീരത്തിനുള്ളിൽ പോകാൻ നിങ്ങൾക്ക് കഴിയുമോ? അത് കേട്ട സ്പിരിറ്റ് ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിൽക്കുന്നു. ഈ ലോകത്ത് ചിലർ ഒരു ട്രേറ്റായി ജനിക്കുന്നു. അതിനെ മാർക്സ് എന്ന് പറയും. മാർക്സ് ജന്മസിദ്ധമായ ട്രേറ്റ്സ് ആണ്. ഒരു സാധാരണ വ്യക്തിയെ പോലും ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു വാമ്പറിലേക്കോ അല്ലെങ്കിൽ ഒരു വേർവൂൾഫിലേക്കോ. ഈ മാർക്സ് കാരണം കമാൻഡർ സബാൻസിയ ഡ്യൂക്ക് ഒരു ദിവസം പെട്ടെന്ന് ഒരു വാമ്പയറായി ട്രാൻസ്ഫോമായി തൻ്റെ സർവൻറ്റിനെ അറ്റാക്ക് ചെയ്തു. രക്തദാഹം നിയന്ത്രിക്കാൻ അവൻ കഠിനമായി ശ്രമിച്ചു. പക്ഷേ അവൻ്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. എപ്പോഴെങ്കിലും അവൻ ഭാര്യയും മകളെയും അറ്റാക്ക് ചെയ്തേക്കാം എന്ന ഭയം കൊണ്ടാണ് അവൻ തൻ്റെ കുടുംബത്തെയും ബാക്കിയുള്ള സർവൻസിനെയും പറഞ്ഞയച്ചു. തൻ്റെ കോട്ടയിലേക്കും പുറത്തേക്കുമുള്ള എല്ലാ വഴികളും അടച്ചു. അവസാനം അവൻ ഒരിക്കലും മറ്റു മനുഷ്യന്മാരെ അറ്റാക്ക് ചെയ്യില്ലെന്ന് ഉറപ്പാക്കാൻ ഒരു ബുക്കിനുള്ളിൽ സ്വയം സീൽ ചെയ്യാൻ അവൻ മാജിക് ഉപയോഗിച്ചു. ഈ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്ന ഗ്രിമോയർ അതായിരുന്നു. പെട്ടെന്ന് ലാർക്കിൻ്റെ ശരീരത്തേക്ക് ആ സ്പിരിറ്റ് കയറി. അവൻ അലറിക്കൊണ്ട് കോറിനെ അറ്റാക്ക് ചെയ്യാൻ വന്നു. അവനൊരു മടിയും കൂടാതെ എൻ്റെ അടുത്തേക്ക് വരുന്നു. രക്തത്തോടുള്ള തൻ്റെ ആഗ്രഹം നിയന്ത്രിക്കാൻ കഴിയാത്തത് കണക്കിലെടുക്കുമ്പോൾ അയാൾ തീർച്ചയായും ഒരു വാമ്പയർ തന്നെയാണ്. മറ്റൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ലാർക്കിനെ എൻ്റെ കൂടെ വരാൻ തിരഞ്ഞെടുത്തത്? കാരണം സബാൻസിയ ഡ്യൂക്കിന് തൻ്റെ ഫിസിക്കൽ കഴിവുകൾ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. ഹീറോയിക് ലെജൻഡ്സ് ഓഫ് ഹർഹാനിലെ എല്ലാ കഥാപാത്രങ്ങളുടെയും നേർഡി ലാർക്കായിരുന്നു അത്. അത് പറഞ്ഞതിന് ശേഷം അവനെ അറ്റാക്ക് ചെയ്യാൻ വന്ന ലാർക്കിൻ്റെ തലക്കടിച്ചവൻ താഴെയിട്ടു. ആരാണ് ഏറ്റവും കുറഞ്ഞ ഫിസിക്കൽ സ്ട്രെങ്ത് സ്റ്റാറ്റ്സ് നേടിയത്? എനിക്ക് ലാർക്കിനോട് ചെറിയൊരു കുറ്റബോധം തോന്നുന്നു. പക്ഷേ ഡ്യൂക്ക് ക്വസ്റ്റ് ക്ലിയർ ചെയ്യാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗം. അത് പറഞ്ഞവൻ ലാർക്കിന് മേലെ കാല് കയറ്റി വയ്ക്കുന്നു. ഇനി എനിക്ക് ചെയ്യേണ്ടത് ലാർക്കിനെ കൊല്ലുന്നതായിരുന്നു. അയാളുടെ കൈവശമായിരുന്നു. പിന്നെ ഡ്യൂക്കിൻ്റെ കേപ്പ്, വാമ്പയറിൻ്റെ ആർമർ, കൂടാതെ മറ്റ് ടോപ്പ് റാങ്ക് ഐറ്റംസും. ഈ പവർഫുള്ളായ ഐറ്റംസ് സീഹുവിൻ്റെ ഫേവറേറ്റ്സ് ആയിരുന്നു. ഫ്യൂച്ചർ ഇവൻറ്റ്സിന് അവനെ ഒരുപാട് സഹായിച്ചു. പക്ഷേ ഞാൻ അവനെ പോലെയല്ല. കോറിൻ അവനോട് പറയും, എനിക്ക് ഉറപ്പുണ്ട് നീ ക്യൂരിയസ് ആണെന്ന്. നിങ്ങളുടെ ഭാര്യ ലൂയിന ഡൂക്കിനെയും മകൾ സിസിലിയ ഡൂക്കിനെയും കുറിച്ച്. അത് കേട്ടവൻ ഞെട്ടി കോറിനെ നോക്കുന്നു. അവർ നയിച്ച ജീവിത രീതിയെക്കുറിച്ച്. നീ സ്വയം സീൽ ചെയ്തതിനു ശേഷം ഞാൻ ഡ്യൂക്കുമായി നിരവധി കഥകൾ പങ്കിട്ടു. കോട്ട വിട്ട ശേഷം അവൻ്റെ ഭാര്യ എങ്ങനെ ജീവിച്ചതെന്നും അവൾ എങ്ങനെ മരിച്ചതെന്നും ഞാൻ അവനോട് പറഞ്ഞു. അവൻ്റെ മകൾ എങ്ങനെയാണ് ഒരു അമേസിംഗ് ആയ അഡ്വഞ്ചറായി ലോകം മുഴുവൻ ചുറ്റിത്തിരിയുന്നു. സീഹു എടുക്കുന്ന അതേ അപ്രോച്ച് ഞാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ കോറിൻ ലോക്കിനെ പോലെ ഈ ലോകത്ത് സ്നേഹനിധിയായ ഒരു കുടുംബം ഉണ്ടായിരുന്ന ആൾ. കോറിൻ അവനോട് പറയും, ശരി, നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കേട്ട് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരും. ഈ പാവം സ്പിരിറ്റ് എനിക്ക് വേണം. അവൻ്റെ ജീവിതത്തിന് ഒരു ഉചിതമായ അവസാനം. എൻ്റെ കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞു തന്നതിന് നന്ദി. മുന്നറിയിപ്പില്ലാതെ നിങ്ങളെ അറ്റാക്ക് ചെയ്തതുകൊണ്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അല്ല, അത് കുഴപ്പമില്ല, നീ എന്നെ ഒട്ടും തൊട്ടില്ലല്ലോ. അതിനു പുറമെ ലാർക്കിൻ്റെ പഞ്ചുകൾ വളരെ ദുർബലമാണ്. അവയ്ക്ക് കേടുപാടുകൾ വരുത്താൻ പോലും കഴിയില്ല. ഓ, ഞാൻ വേറെന്തെങ്കിലും ചോദിച്ചോട്ടെ? അവൻ ആഫ്റ്റർ ലൈഫിലേക്ക് കടക്കുന്ന സമയം വരെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. എപ്പിക് സോൾ ഡസ്റ്റ് സ്പെഷ്യൽ ടിയർ ഡിമോണിക് സ്പിരിറ്റായ സബാൻസിയ ഡ്യൂക്കിൻ്റെ സോൾ ഡസ്റ്റ്. ഗ്രിമോയർ സബാൻസിയ ഡ്യൂക്കിൻ്റെ സോൾ ഉൾക്കൊള്ളുന്ന ബുക്ക്. ഒന്നിൽ ട്രേറ്റ്സും മറ്റൊന്നിൽ സ്പെൽസും അടങ്ങിയിരിക്കുന്നു.
2 ബുക്കുകൾ വായിച്ചുകൊണ്ട് പഠിക്കാം. ദ റെസൊല്യൂട്ട് വാരിയേഴ്സ് റീജനറേഷൻ. നിങ്ങൾ ഒരു പുതിയ സ്പെഷ്യൽ ട്രെയ്റ്റ് പഠിച്ചു. നിങ്ങൾക്ക് പുതിയൊരു ട്രെയ്റ്റ് ലഭിച്ചു. നീ ഗ്രിമോയർ ഉപയോഗിച്ചു. ദ ഡിറ്റർമെൻറ്റ് വാരിയേഴ്സ് റീജനറേഷൻ. ആ ഗ്രേറ്റ് വാരിയർ ഒരിക്കലും പോരാടാനുള്ള ശക്തി നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ ഡിറ്റർമെൻറ്റിൻ്റെ ഫ്ലെയിം എപ്പോഴും ബേൺ ആവുമ്പോൾ നിങ്ങൾ അനന്തമായി സുഖപ്പെടും. ഇത്രയും ഐറ്റംസാണ് ആ സ്പിരിറ്റിൻ്റെ കയ്യിൽ നിന്ന് കോറിന് കിട്ടിയത്. ഡിറ്റർമെൻ്റായ വാരിയേഴ്സിനെ റീജനറേഷൻ ചെയ്യുന്നതായിരുന്നു സീഹുവിൻ്റെ സ്പിരിച്വൽ ട്രെയ്ത്ത്. പക്ഷേ അത് എത്ര വേഗത്തിൽ റീജനറേറ്റ് ചെയ്യുമെന്ന് എനിക്ക് ഒരിക്കലും കാണാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാത്തിനും ഉപരി ആ സ്ലൈം ബോഡിന് ഒരിക്കലും പരിക്കേക്കില്ല. പെട്ടെന്ന് ലാർക്കിന് ബോധം വന്നു. നീ എഴുന്നേറ്റോ? സാവധാനം എടുക്കാം. ശരി, അപ്പോൾ ഒരു ഡിമോണിക് സ്പിരിറ്റ് കുറച്ചു മുന്നേ നിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതൊക്കെ ശരി. ആരോ എൻ്റെ താടിയെല്ലിന് പഞ്ച് ചെയ്തപോലെ തോന്നുന്നു. എനിക്കതറിയില്ല, ചിലപ്പോൾ സ്പിരിറ്റ് എറിയൻ്റെ സൈഡ് എഫക്റ്റ് ആയിരിക്കും. എന്തായാലും ദാ. അത് പറഞ്ഞ് അവൻ ആ ഗ്രിമോയർ അവന് നേരെ നീട്ടി. അതാണ് ഗ്രിമോയർ? ലാർക്കിനെ എന്നോടൊപ്പം വരാൻ ഞാൻ തിരഞ്ഞെടുത്തതിൻ്റെ അവസാന കാരണം. ഇതെനിക്ക് ശരിക്കും ഇത് ശരിയാണോ? ഇവനെപ്പോലെയുള്ള ഹാർഡ് വർക്കേഴ്സിനെ കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇത് കൊള്ളാലോ. അവരുടെ എഫേർട്സിന് ഒരിക്കൽ റിവാർഡ് നേടും. ഡ്യൂട്ടി. നല്ല ആളുകളുടെ നിർഭാഗ്യത്തിന്മേൽ ഞാൻ കണ്ണടക്കില്ല. ഡ്യൂട്ടി കംപ്ലീറ്റഡ്. സബാൻസിയ ഡ്യൂക്ക്. ഡിഫിക്കൽട്ടി B. റിവാർഡ്. എല്ലാ സ്റ്റാറ്റ്സിനും തുല്യമായി 80 പോയിൻ്റ് നൽകിയിരിക്കുന്നു. ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ കോറിൻ ചിന്തിക്കും, എനിക്ക് 80 പോയിൻ്റ് കിട്ടി. ഓരോ പ്രാവശ്യവും ലെവലപ്പ് ചെയ്യുമ്പോൾ 5 സ്റ്റാറ്റ്സ് നൽകുന്നതിനാൽ അത്രയും പോയിൻറ്റ്സ് കിട്ടാൻ എനിക്ക് 16 തവണ ലെവലപ്പ് ചെയ്യേണ്ടി വരുമായിരുന്നു. എനിക്ക് ലെവലപ്പ് നോട്ടിഫിക്കേഷൻ ലഭിച്ചില്ല. അങ്ങനെ 80 പോയിൻറ്റുകൾ കിട്ടിയത് ഒരു ലെവൽ 1 പ്ലെയർ എന്ന നിലയിൽ ക്വസ്റ്റ് ക്ലിയർ ചെയ്തതിൽ നിന്നാണ്. ഏത് സ്റ്റാറ്റ്സാണ് എന്നെ തന്നെ ഉയർത്തേണ്ടതെന്ന് എനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിയാത്തതിനാൽ ഗെയിം എനിക്ക് കൂടുതൽ പോയിൻറ്റ്സ് തരുന്നതായിരിക്കാം. പക്ഷേ ഒരു ക്വസ്റ്റിൽ നിന്ന് തന്നെ ഇത്ര XP എനിക്ക് കിട്ടുന്നത് വിചിത്രമാണ്. അതിനുശേഷം അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. റൂൺ ഓഫ് ഡ്യൂട്ടി. നല്ല ആളുകളുടെ നിർഭാഗ്യത്തിന്മേൽ ഞാൻ കണ്ണടക്കില്ല. സ്റ്റാറ്റ്സ് പോയിൻറ്റ്സ് 40. തുല്യ വിതരണ ബോണസ് X2. സബാൻസിയ ഡ്യൂക്കിൻ്റെ നിർഭാഗ്യത്തിന്മേൽ കോറിൻ ലൂക്ക് കണ്ണടച്ചില്ല. ഇപ്പോൾ ട്രെയിനിങ് റൂം കാണിക്കുന്നു. ഹേ ഗായ്സ്, ആർക്കെങ്കിലും ഉരുളക്കിഴങ്ങ് വേണോ? അതെ ദയവായി. അതെ ദയവായി, ഞാനും. അത് മാരിയായിരുന്നു. മാരി അവൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നീ വീണ്ടും സ്പിരിറ്റുകളായി ഫൈറ്റ് ചെയ്യാൻ പോവാണോ? അതെ. എനിക്ക് മനസ്സിലായി. മിസ്റ്റർ ഫസ്റ്റ് ഇയർ, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളെ ചിയർ ചെയ്യാം. വരൂ മാരിയേ. ഫസ്റ്റ് ഇയേഴ്സിന് ഒരിക്കലും 5th ടയർ സ്പിരിറ്റ്സിനെ തോൽപ്പിക്കാനാകില്ല. ഇന്നലെ എനിക്ക് നല്ല ലുക്ക് കിട്ടിയില്ല, പക്ഷെ അവൻ ദയനീയമായി പരാജയപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് നീ അവൻ്റെ പ്രതീക്ഷ തെറ്റിക്കരുതായിരുന്നു. ആ ഫസ്റ്റ് ഇയർ മാരി അവനെ ചിയർ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ സമയം മാരി അവരെ നോക്കി പറയും, നിങ്ങൾക്ക് ശരിക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? മാരി, നീ ആ ഫസ്റ്റ് ഇയറിനെ കുറിച്ച് എന്തിനാ ഇത്രയും ചിന്തിക്കുന്നത്? അവൻ്റെ ബാക്ക് തല്ലിപ്പൊട്ടിക്ക് ഞാൻ 70 സിൽവർ കോയിൻസ് തരാം. ആ സമയം കോറിൻ പറയും, അവരെന്ന് ഇത്ര വലിയ ഡീൽ നടത്തുന്നത്? ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യാൻ വന്നതാണ്. എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. സബാൻസിയ കോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയതിലൂടെ എനിക്ക് കിട്ടിയ എല്ലാ സ്റ്റാറ്റ്സും ഉപയോഗിച്ച് ഈ ഫൈറ്റിൽ ജയിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ എത്രത്തോളം ശക്തനായെന്ന് കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യം ബേസിക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ത്രസ്റ്റ്, പോയ്സണസ് സ്നേക്ക്. സ്പിരിറ്റിനെ തോൽപ്പിക്കാൻ ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്നത് സ്നേക്ക് ഡിസീറ്റ് ആയിരുന്നു. ദ അൾട്ടിമേറ്റ് പോയ്സണസ് സ്നേക്ക് ടെക്നിക്കുകളിൽ ഒന്നായ ഇത് ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ ഒരു സ്ക്രാച്ച് പോലും ബാക്കി വയ്ക്കില്ല. അത് പറഞ്ഞ് അവൻ അറ്റാക്ക് ചെയ്തു. ആ ഒറ്റ അറ്റാക്കിൽ ആ സ്പിരിറ്റ് ഇല്ലാണ്ടായിപ്പോയി. എന്ത്? അവനത് ഒറ്റയടിക്ക് നശിപ്പിച്ചു, അതും ഒരു പോയ്സണസ് സ്നേക്ക്? അവരെക്കാളും വലിയ ചട്ടിലായിരുന്നു കോറിൻ ഞെട്ടിയത്. ഞാനൊരു പക്ഷേ ചെറുതായി സ്ട്രോങ് ആയിട്ടുണ്ടാവാം. ആ സമയം മാരി പറയും, ഇന്നലെ ഒരു ഷോക്ക് വേവ് ക്രിയേറ്റ് ചെയ്യാൻ നീ 3 തവണ കുത്തി അല്ലേ? ഈ പ്രാവശ്യം നീ ഫസ്റ്റ് ട്രൈ തന്നെ ജയിച്ചു. അതെ. അപ്പോൾ കോറിൻ ചിന്തിക്കും, അപ്പോൾ അവൾ ഇന്നലെ എല്ലാം കാണുന്നുണ്ടായിരുന്നോ? ഇല്ല, കൂടുതൽ പ്രധാനമായി ഒരു പ്രശ്നമുണ്ടോ? അൾട്ടിമേറ്റ് പോയ്സണസ് സ്നേക്ക് ടെക്നിക്സിൻ്റെ മൂവ്സ് എങ്ങനെയാണ് ഒരു മേജിന് ട്രാക്ക് ചെയ്യാൻ കഴിയുന്നത്? അവളുടെ കാഴ്ച തികച്ചും ഒരു വ്യത്യസ്ത തലത്തിലാണെന്ന് തോന്നുന്നു. ശരി മിസ്റ്റർ ഫസ്റ്റ് ഇയർ, ഇത് നിങ്ങൾക്കുള്ളതാണ്. നീ എനിക്ക് കുറച്ച് പണം സമ്പാദിച്ചു തന്നു, അപ്പോൾ അത് നിങ്ങളുമായി സ്പ്ലിറ്റ് ചെയ്യുന്നത് ന്യായമാണ് അല്ലേ? എന്തുകൊണ്ടാണ് ഗാംബ്ലിങ്ങിൻ്റെ ഫാനല്ലാത്തത്? ആ സമയം കോറിൻ ചിന്തിക്കും,
അതുപോലെ ഏതൊരു വ്യക്തിയാണ് പണത്തോട് ഇല്ല എന്ന് പറയുക? അവൻ ആ പണം അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി. അവളൊരു സൂപ്പർ സ്മാർട്ടാണെന്ന് എനിക്ക് എപ്പോഴും അറിയായിരുന്നു. മാരി, നീയുമായി കൂടുതൽ ഡീലിനായി ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അതവിടെ കഴിഞ്ഞു. ഇപ്പോൾ രാത്രിയായി. ഇപ്പോൾ കോറിനെ കാണിക്കും. അവനാണെങ്കിൽ ഉരുളക്കിഴങ്ങ് തിന്നുകൊണ്ടിരിക്കുക. എൻ്റെ പാസ്റ്റ് ലൈഫിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി ഞാൻ മാർഷ്യൽ ആർട്സിൽ എന്നെ തന്നെ സമർപ്പിച്ചു. ഞം. ഇപ്പോഴും 6 അൾട്ടിമേറ്റ് സ്പിയർ ടെക്നിക്കിൽ 5 എണ്ണം ചെയ്യാൻ എനിക്ക് കഴിയും. എനിക്കിനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ആ പക്ഷേ എൻ്റെ സ്പിയറിൻ്റെ സ്കിൽസ് ഞാൻ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ വളരുന്നുണ്ട്. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രശ്നം എൻ്റെ റൂൺ മാജിക്കാണ്. അത് പറഞ്ഞതിന് ശേഷം അവൻ ഒരു റൂൺ മാജിക് ഉപയോഗിക്കാൻ നോക്കുന്നു. ഹാഗ്ലാസ്. ആ റൂൺ മാജിക് ഉപയോഗിക്കാനുള്ള മന അവനില്ല. എൻ്റെ മുൻ ജീവിതത്തിൽ പോലും ഈ പ്രശ്നം പരിഹരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാത്തിനും ഉപരി റൂൺ മാജിക് വൻതോതിൽ മനയെ നശിപ്പിക്കുന്നു. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ മുമ്പത്തേക്കാൾ സ്ട്രോങ് ആയി മാറും. എനിക്കൊന്ന് ആലോചിക്കണം. പെട്ടെന്ന് ആരും അവനെ വിളിക്കും. നീ അല്ല, ഈ ശബ്ദം എനിക്കറിയാം. എത്ര നല്ലതാണെങ്കിലും കാര്യമില്ല. ഞാൻ റൂൺ മാജിക്കിലാകുകയോ സ്പിയറുമായി പോരാടുകയോ ചെയ്യുന്നു. അക്കാഡമിയിൽ എനിക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയുണ്ട്. സീഹുവിന് പോലും കൊല്ലാൻ കഴിയാത്ത ഒരേ ഒരു ഫീമെയിൽ ക്യാരക്ടർ. ഹീറോയിക് ലെജൻഡ്സ് ഓഫ് ഹർഹാനിൽ ഏറ്റവും പവർഫുള്ളായ NPC. ദ നൊട്ടോറിയസ് ഗെയിം ബാലൻസ് തകർക്കുന്നയാൾ. തകർക്കാനാവാത്ത ജീവിതം നയിക്കുന്ന ജിയാങ്ഷി. ദ സോറിംഗ് ഫീൽഡ്. ഹവറൻ. അവൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? പിന്നെ എന്തിനാണ് അവൾ പെട്ടെന്ന് എന്നോട് സംസാരിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അവളെ ഇഗ്നോർ ചെയ്യുന്നതാണ് നല്ലത്. അവൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരാളല്ല. അവൾ പറയും, നിങ്ങൾ കമ്പൈൻ ചെയ്തിരിക്കുന്നു അല്ലേ? ആ ബോഡി നിങ്ങളുടേതല്ല അല്ലേ? അവളെന്താ പറഞ്ഞേ? അവളാണോ? ഞാൻ ഈ ലോകത്ത് നിന്നുള്ളവനല്ലെന്ന് അറിയാമോ?